ഫ്രണ്ട്സ്, ജിമ്മിന് പോയി. ഇന്ന് മുതൽ ഞാൻ വീണ്ടും ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി മുതൽ പരമാവധി കളിക്കണം. കാരണം തടി നല്ലോണം പൊട്ടിയിട്ടുള്ളത്. കാണുന്നവരെല്ലാം ചോദിക്കുന്ന അഷ്റഫ് എന്തെങ്ങനെ തടി പൊട്ടി, ഇനി എന്തെങ്കിലും വെല്ലിനി. ഇന്നലെ പഴയങ്ങാടിയിൽ നിന്ന് വൈകിട്ട് ഞാൻ കുളങ്ങര പള്ളി നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങി. ഇറങ്ങുമ്പോൾ നമ്മൾ അറിയുന്നൊരു ചെക്കൻ, അവൻ ഗൾഫിൽ പോയതാണ്. കുറച്ച് കാലമായിട്ട് ഗൾഫിലാണ്. അപ്പം മുമ്പ് അറിയുന്നതാണ്, മുമ്പ് കാണുന്നതാണ്. അതുകൊണ്ട് എന്നോട് അറിയുന്നത്, അഷ്റഫേ തടിയെല്ലാം നല്ലോണം പൊള്ളല്ല, എന്താ അവസ്ഥ, ജിമ്മ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാറോ, വീണ്ടും ജിമ്മ് കളിക്ക്, എന്താ കളി നിർത്തിനി, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. കണ്ടിട്ട് പറയുമ്പോൾ എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല, തടി നല്ലോണം പൊള്ളി. അപ്പോൾ കാണുന്നവരെല്ലാം ഇതന്നെ പറയുന്നു, ജിമ്മ് കളിക്ക്, കളി നിർത്തല്ല, കളി കണ്ടിന്യൂ ചെയ്യും, എന്താ പിന്നെ പോവാത്തെ, പോയിക്കൂടെ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് പരമാവധി ലീവാക്കാണ്ട് എപ്പോൾ പോകണം, പരമാവധി ലീവാക്കാണ്ട് കളിക്കണം. ലീവാകും എന്തായാലും, ബട്ട് എന്നാലും ബാക്കി ദിവസങ്ങളിൽ ലീവാക്കിയാലും നാട്ടിലുള്ള സമയത്തെല്ലാം പോയിട്ട് കളിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതുപോലെ ഫുഡും സെറ്റാക്കണം, അപ്പോൾ പിന്നെ ഉറക്കും സെറ്റാവും. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ കളി സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് ഒരു ദിവസം നിങ്ങൾ വീഡിയോ കണ്ടില്ല, അന്ന് ഒരു ദിവസം പോയി തന്നെ, പിന്നെ പോയിട്ടില്ല. പക്ഷേ ഇനി അങ്ങനെ ആവില്ല കേട്ടോ, പരമാവധി ഞാൻ കളിക്കും. ഓക്കെ, ജിമ്മ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൊതു കടിക്കുന്നുണ്ട്, കൊതു കടിച്ചിട്ടുണ്ടേ. പോയി അപ്പോൾ പോവാട്ടോ, ജിമ്മിന് പോവാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വൈകിട്ട് സമയം 6 മണിയായിട്ടോ. ഒരു 7 മണിക്ക് 6:29 6:30. അപ്പോൾ പോയിട്ട് കളി തുടങ്ങാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, പൊളിക്കും നമ്മ. യെസ്, പൊളിച്ചെടുക്കും നമ്മ. വിടാ, നമ്മളെ സ്കൂട്ടി എടുത്തിട്ട് നേരെ പയങ്ങളിൽ, നമ്മൾ അയൺ ഡ്രൈവിൽ കേട്ടോ, അയൺ ഡ്രൈവ് ജിമ്മിൽ. പറയണ്ടല്ലോ, അടുത്തേക്ക് തന്നെ ഇറങ്ങാം. ഒരാഴ്ച അനക്കലാന്ന് കേട്ടോ, വെയിറ്റൊന്നും ഇടില്ല, ലൈറ്റ് വെയിറ്റിൽ അനക്കും, കളിക്കും. ഓക്കെ, പോവാ. ഇനോ ഈ വാതിലടക്കാൻ പറഞ്ഞേ, ഇനോ വാഴക്കാൻ പറ. ഇരുട്ടായി കേട്ടോ, ഇരുട്ടായി ആരുടെ പോവാ. വിടാം. അല്ല ചാവി, ചാവി എന്നെ എടുക്കാൻ വേണ്ടി ഉള്ളിൽ കയറേണ്ടി വരും. ഇരുട്ടായി മക്കളെ. പിന്നീടല്ലോ പരമാവധി ജിമ്മ് കളിക്കുന്ന കാണിച്ചു തരാൻ നോക്കാട്ടോ. ഓക്കെ, സെറ്റാക്കാം. വിടാം, യോ ഇരുട്ടായി. ഞാൻ 5 മണിക്ക് പോകണമെന്ന് വിചാരിച്ചാ. ഇപ്പോൾ പിള്ളേരുണ്ടാവും ഇഷ്ടം പോലെ പിള്ളേഴ്സ്. 5 മണിക്ക് പോകണമെന്ന് വിചാരിച്ചാ. 5 മണിക്ക് ഇതെന്നാന്ന് മിന്നും കടിയും ചെയ്ത് എന്തരാ ഇതാന്ന് എടുത്തല്ല. സ്ട്രീറ്റ് ലൈറ്റിലുള്ള അവസ്ഥ അവിടെ ഒന്ന് കത്തുന്നുണ്ട്. ഞാൻ ഉണ്ടല്ലോ 5 മണിക്ക് കളിക്കാൻ പോകണമെന്ന് വിചാരിച്ചാൽ ആ സമയത്ത് അങ്ങനെ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ 7 മണിക്ക് ശേഷം മഗ്‌രിബിന് 7 മണിക്ക് ശേഷം പിള്ളേരുണ്ടാവും. പുതിയ പിള്ളേരല്ലേ, ചെറിയ പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ടാവും. കുഴപ്പമില്ലപ്പോൾ നമ്മ കളിക്കണ്ട, നമ്മ കളിക്കും. ജിമ്മ് ഒരു പാമ്പ് അവിടെ റോഡുമ്പോണ്ട്, ഒരു പാമ്പ് ചത്ത് കിടക്കുന്നു, കുഞ്ഞിപ്പാമ്പ്. ഈ തണുപ്പിന് ഈ ഡിസംബർ മാസമെല്ലാം വിഷപ്പാമ്പെല്ലാം റോഡുമേലേക്കെല്ലാം ഇറങ്ങും കേട്ടോ. റോഡിലോട്ടെല്ലാം ഇങ്ങനെ ക്രോസ് ചെയ്യും. കടിയിട്ടാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ, കെയർ ചെയ്യുക. ഞാൻ പിന്നെ അവിടെ ഇരുട്ടായോണ്ട് കാണിച്ചു തരാം. കുഞ്ഞിപ്പാമ്പ് എന്താ വിഷപ്പാമ്പാം. ഈ മണ്ഡലിയെല്ലാം പോലത്തെ പാമ്പില്ലേ, അങ്ങനത്തെ മണ്ഡലി, അണലി അങ്ങനത്തെ സാധനമല്ലേ, അണലി അങ്ങനത്തെ എന്തോ ഒരു അതിലേതോ പെട്ടൊരു സാധനം. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, ചെറുതാന്ന്, പിന്നെ ശരിക്കും മനസ്സിലാകുന്നില്ല. എന്തായാലും വിഷപ്പാമ്പാ അത്. അപ്പോൾ രാത്രി നമ്മൾ നടക്കുമ്പോഴെല്ലാം നമ്മ അറിയാണ്ട് ചവിട്ടിപ്പോയിനെങ്കിൽ കടി കിട്ടും. ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ പയങ്ങളിലെത്തി വണ്ടി എടുത്ത് അങ്ങനെ ബിസ്മിൻ കൂട്ടി കയറുകയാണ്.
തുടങ്ങിയാട്ടോ എക്സസൈസ് ചെയ്യാണ്. എന്താ പാട്ട് വെച്ച് കളിക്കട്ടെ, എക്സസൈസ് ചെയ്യട്ടെ. അപ്പോൾ കളി തന്നെ കേട്ടോ, ഇറങ്ങലായി. ഓരോ പാർട്സിനും ഓരോ കളി. അങ്ങനെ 5 കളി കളിച്ച്. കാലിന് കളിച്ചില്ല, കാലിന് ഒരു ദിവസം ഫുള്ളായിട്ട് കളിക്കണം. അപ്പോൾ ഈ ഒരാഴ്ച ഇങ്ങനെ മിക്സാണ് കേട്ടോ, ഒരാഴ്ച മിക്സായിട്ട് കളിക്കും. കാര്യം സ്റ്റാർട്ടിങ് ലൈറ്റ് വെയിറ്റിലേ കളിക്കാൻ കഴിയും. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിക്ക് വന്ന കേട്ടോ, അങ്ങനെ കഴിക്കാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇന്ന് ഉച്ചക്ക് പട്ടിണിയാണ്, ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം എണീക്കാൻ ലേറ്റായി. എന്നിട്ട് നാസ്ത ലൈറ്റായിട്ടാണ് കഴിച്ചു. 12 മണിക്കാണ് നാസ്ത കഴിച്ചത്. പിന്നെ വൈകിട്ട് ചായ കുടിച്ചു. ലൈറ്റായിട്ട് എണീക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്, അതായത് ലേറ്റായിട്ട് ഉറങ്ങി ലേറ്റായിട്ട് എണീക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ശരിയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജിമ്മ് സ്റ്റാർട്ട് ചെയ്താൽ ഫുഡ് സെറ്റാവും, ഉറക്കം സെറ്റാവും. സെറ്റാക്കണം, ആക്കിയേ പറ്റൂ. അപ്പോൾ അൽഫാം കഴിക്കാൻ വെച്ചിട്ട് വേണം വയനാട്. അപ്പോൾ അൽഫാം അങ്ങനെ എപ്പം കഴിക്കണമെന്നില്ല കേട്ടോ, വല്ലപ്പോഴും തോന്നിയാൽ കഴിക്കും. പിന്നെ ഏതായാലും കഴിക്കാൻ വിചാരിച്ചു. ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഉച്ചക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ട് കഴിക്കാൻ വിചാരിച്ചു. ഇടക്ക് കഴിക്കാം കേട്ടോ, ഇടക്ക്, എപ്പം കഴിക്കാൻ പറ്റില്ല, ഇടക്ക്. എല്ലാം കുറച്ച് നല്ലതാണ്. കൂടിക്കഴിഞ്ഞാൽ അമൃതും വിഷം എന്ന് പറയുന്നില്ല, അമൃതും വിഷം, അമൃതവും വിഷം. ഇവിടെ വരുമ്പോഴത്തേക്ക് 1-2 ഫാമിലീസ് അവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാം എന്നെ അറിയുന്ന വീഡിയോ കാണുന്നത്. ഹായ് ചക്ക, ഒരു ക്വാർട്ടർ അൽഫാം, ഒരു പീസ് ചെസ്റ്റ് പീസ്. ആ ചെസ്റ്റ് പീസിന് എന്നെ പറഞ്ഞു, ആ ചെസ്റ്റ് എന്നെ പറയണ്ട, ഞാൻ മുമ്പേ ചെസ്റ്റ് ഇവിടെ വന്നതിൻ്റെ ചെസ്റ്റ് കഴിക്കില്ല. അതുകൊണ്ട് എന്നെ കാണുമ്പോൾ ചെസ്റ്റ് പീസ് തന്നെ കൊണ്ടുവരും. കഴിക്കട്ടെ. നല്ല ചൂട് കുബൂസ്, ഇതറിയാലോ. പിന്നെ ചൂട് എന്തായാലും ഉണ്ടാവും, അടുപ്പത്ത് നിർത്തിയിട്ട് വരുന്ന മയോണീസ് ഉണ്ട്. പിന്നെ ഒരു സോസ് ഉണ്ട്, സോസ് കഴിക്കാം. കുബൂസ് മയോണീസിൽ മുക്കി തന്നു. പീസ് നല്ല ചൂട് കേട്ടോ, പൊള്ളുന്നു. പൊള്ളുന്ന് പതക്കുന്നു. കൈപൊള്ളി പതക്കുന്നു. ചെക്കനോട് സോസ് വെച്ച് തരാൻ പറയണം. കാരണം ഒരു കൈമ ഇതായത് മുളക് ഇതായില്ല, മസാല ആയി. ഒരു കൈമ ക്യാമറ ഇങ്ങനെ സോസ് വെച്ച് തരാം. ഈ സൈഡിലാക്കി പോരട്ടെ മതിടാ. പീസ് എടുത്തിട്ട് ഇച്ചിരി സോസ് അധികം കഴിക്കരുത് കേട്ടോ, ഇച്ചിരി. കക്കിരി കുക്കുംബർ കുക്കുംബർ. കുക്കുംബർ ഹായ്. ഒന്നാം സമത് നല്ല മട്ടൻ സൂപ്പ് കുറേ ആയി ഇവിടുന്ന് മട്ടൻ സൂപ്പ് കഴിച്ചിട്ട്. കുറേ ആയി, മുമ്പ് ഇടക്കിടക്ക് കഴിക്കുന്ന, ഇടയ്ക്ക് എടുത്തിട്ട് ഇടാം. ഇപ്പോൾ കുറേ ആയി ഇങ്ങോട്ട് വരാത്തെ. കുരുമുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ കടന്നിട്ട് കുറച്ചും കൂടി ഇടാം. കുരുമുളക് പൊടി മെയിൻ സാധനമില്ല, ഇത് മെയിനാണ് കുരുമുളക്. ഇട്ടിട്ട് ഇളക്കിയിട്ട് ഇടാം, ആദ്യം മിക്സാക്കിയിട്ട് ഇടാം. എന്നിട്ട് ഇതാ
ചൂടുണ്ട്. ചൂടോടെ നല്ല ടേസ്റ്റ് ആട്ടോ. സൂപ്പ് കുടിക്കണില്ല. സൂപ്പ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. മട്ടനുണ്ട്, ചിക്കനുണ്ട്. ഞാൻ മട്ടനാണ് കുടിക്കല്. ഇതൊന്നും നമ്മൾ മറ്റേ സാധനം അല്ലേ, നമ്മളെ ഇത് ചോളം കണ്ടാ. ചോളം എന്ന് പറയുമ്പോൾ എനിക്ക് മൈസൂർ ഓർമ്മയായിരുന്നു. മൈസൂർ ചോളക്കൃഷി മൈസൂർ. ഇരിക്കട്ടെ. നൈസാ. കടല വാങ്ങി. എന്താ വറുത്ത കടലില്ലേ, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വരുമ്പോൾ കടൽ വാങ്ങിയിട്ട് വന്നു 20 രൂപയ്ക്ക്. വീടിന് അതിനെല്ലാം കൊടുത്തു. റോഡ് സൈഡിൽ നിന്ന് വെക്കുന്ന കടലില്ലേ, റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ വറക്കുന്ന കടല, റോഡ് സൈഡിൽ നിന്ന് വറക്കുന്ന കടന്ന് വറക്കുന്ന ആ സാധനം. അടിപൊളി സാധനം കേട്ടോ. കടല അടിപൊളിയാ. ആ നൈസ്. ഇടക്കിടക്ക് കള്ളയിക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് പ്രശ്നം അറിയാം, കഫക്കെട്ടുണ്ടാവും. കഫക്കെട്ടിൻ്റെ മെയിൻ സാധനം കടല. ഞാൻ പാട്ടോടാൻ പോകുന്ന സമയത്തൊന്നും പാട്ടിൻ്റെ പരിപാടിനെ കേൾക്കില്ല, കഫക്കെട്ട് വരും. ഞാൻ സൗണ്ട് വരില്ല. സ്റ്റേജ് മുതൽ ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. അതുകൊണ്ട് പാട്ടിൻ്റെ പരിപാടി കേൾക്കില്ല. 2 ദിവസം മുമ്പൊന്നും കേൾക്കില്ല. പരിപാടി കഴിഞ്ഞാൽ കഴിക്കണം. അപ്പോൾ അടുത്ത പരിപാടി വരും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിയൊക്കെ ഒന്ന് കടല വേണ്ടെന്ന് തോന്നുന്നു. വേണമെന്ന് വെച്ചിട്ട് ആദ്യം കുറച്ച് വാങ്ങി, പിന്നെ വേണ്ട. എന്നിട്ടാവും എന്താ കടല നോത്തെ, വേണ്ട ഡ്രൈവറാണേ. കടല വാങ്ങിക്കണ്ടല്ലേ, സെഫീർ ചാക്കാരം കൊടുക്കട്ടെ. ഒന്ന് കടല വേണോ? രാവിലെ കാണില്ലല്ലോ. രാവിലെ കാണില്ല. രാവിലെ കാണില്ല. രാവിലെ കാണാൻ വെച്ചിട്ട് കയറുമോ? കാണില്ല. ആ OLED LG OLED ഇവോ ഓരടെ പോയി. ആള് പോയി തോന്നുന്നു. അത് പോയി. അവൻ ബാത്റൂമിൽ പോയിനല്ലോ. ബാത്റൂമിലുണ്ട് പോലും. ബാറ്ററി ഓ അകാന്ന് സഫീർ ചോദിച്ചേ ആരാ ബാത്റൂമിൽ നിന്ന്. നീടെ പോയിനി കടല വാങ്ങാനാ. കടലവണം പോരും. ചായ ഭയങ്കര ചൂട് കേട്ടാ. പതക്കുന്നു. ഒരാളാണെന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്, 2 ആൾ അവിടെയുണ്ട്. അവേ ശരി പതക്കുന്നു. ഉപയോഗിക്കാം. ഫ്രണ്ട്സ് ഇവിടുന്ന് പോയി കേട്ടോ, വീട്ടിലേക്ക് കേട്ടോ. ഓക്കെ, ഗോയിങ് ടു ഹോം, ഗോയിങ് ടു വീട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വിടാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രീജിത്തേട്ടൻ്റെ ഷോപ്പിൽ കണ്ടോ ഒരു ലൈൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വെച്ചിനി, ഞാൻ നിങ്ങളെ നോക്കി വന്നോണ്ടാണ് പറ്റിയത്. ജീരാ സോഡ. നന്ദിയുണ്ട്. ഇവിടെ വെക്കുന്നുണ്ടേ.
അടിച്ച് പായത്തിന് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. കയറിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും കണവണ സംഭവങ്ങൾ നടക്കും. ഇവിടെ സാധനം വാങ്ങണം. എടുത്തിട്ടുണ്ട് സാധനം എടുത്ത്. സാധനം വാങ്ങണം. പഴം, മുട്ട, പാല് ഇതൊക്കെ വാങ്ങണം. വാങ്ങി. പാല് ചെറുതായി എടുത്തിട്ടില്ലേ? ചെറുതായും ചെറുതായും ആ ഒരു സഞ്ചി തന്നെ.